ഇന്ന് പാമ്പറിങ് മൈസെൽഫ് അതാണ് വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എപ്പോഴും ചെയ്യണ പോലെ ജിം ഒരിക്കലും മുടക്കാറില്ല. ആൻഡ് ജിമ്മിൽ പോണേക്കാളും മുമ്പ് എപ്പോഴും സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാൻ ഓർക്കണം കേട്ടോ. ഞാൻ തന്നെ കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ ആ ഒരു ഇത് കണ്ടുപിടിച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ മുമ്പ് മോയ്സ്ചറൈസ് ചെയ്യുക. ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ വെയ്റ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ മുഖത്തെ എക്സ്പ്രഷനൊക്കെ മാറുമല്ലോ, അപ്പോൾ പെട്ടെന്ന് റിങ്കിൾസ് വരും. അപ്പോൾ എപ്പോഴും നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ട് വേണം ജിമ്മിൽ പോകാനായിട്ട്. ഇനി ജിമ്മിൽ കാണാം. ജോർജിയുടെ ഫ്രോസൺ ഗ്രേപ്സ്, ഇതെല്ലാം എല്ലാ ഫ്രൂട്ട്സും ഫ്രീസ് ചെയ്തിട്ടാണ് ജോർജി കഴിക്കണേ. നല്ല കേട്ടോ. പക്ഷേ അല്ല, വാട്ടർമെലനും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ കാർഡിയോ ചെയ്യുമ്പോഴും എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്യാൻ മറക്കരുത്. ഇല്ലെങ്കിൽ ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് തെളിഞ്ഞ് വരും നമ്മളിങ്ങനെ മെലിയാൻ തുടങ്ങുമ്പോൾ. ഇതാണ് ഞങ്ങളുടെ പ്രസ്റ്റീൻ്റെ ജിമ്മ്. ട്രെയിനർ ഉണ്ട്, ആളെത്തിയിട്ടില്ല. പക്ഷേ ഇന്ന് വെയിറ്റ് ട്രെയിനിങ് മതി കേട്ടോ. വെയിറ്റ് ട്രെയിനിങ് മാത്രം. ഇങ്ങനെയാണോ ചെയ്യണ്ടേ? പിന്നെ ഈ വർക്കൗട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വെയിറ്റ് ട്രെയിനിങ് കഴിഞ്ഞാൽ നന്നായിട്ട് സ്ട്രെച്ച് ഔട്ട് ചെയ്തില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും കേട്ടോ. കാലനക്കാൻ പറ്റില്ല, കാലും അതെ കയ്യും അതെ. ഇതെന്തേലും മേടിച്ചു വെച്ചേക്കണേ? നമ്മുടെ പാമ്പറിങ് വീഡിയോ ആണ് കേട്ടോ. മന്നയുടെ ഇതാണോ? ഇത് എന്റെ ബെസ്റ്റ്. ഇത് ഇന്ന് തീർക്കാനാണോ? ജോർജി എടുക്കല്ലേ, ജോർജിയുടെ സാധനങ്ങൾ വേറെ മേടിച്ചോ. ഇത് മന്നയുടെയാണ്. മന്നയ്ക്ക് ഒരു മാസത്തെ ഇടയ്ക്ക് ക്രേവ് ചെയ്യുമ്പോ കഴിക്കാനുള്ള സാധനങ്ങൾ അല്ലേ? എല്ലാ ദിവസം വേണ്ട കേട്ടാ, ഒരു ദിവസം മതി. ഏതെങ്കിലും ഒരു ദിവസം. എല്ലാം ഉണ്ട്, കട തുടങ്ങാനുള്ള എല്ലാം ഉണ്ട്. നന്നായി. ഇങ്ങോട്ടാന്ന് റൂമിൽ വെക്കാനല്ലേ? എൻ്റെ പണ്ടത്തെ പാർട്ടി പാക്കിൻ്റെ ട്രേ ആയി. ഇപ്പം ഇതിനെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് ഇവര്. കൊള്ളാട്ടായി ട്രേ കാണാൻ. ഇതെനിക്കും ചിലപ്പോൾ ആവശ്യം വരുന്നു. ഇനി വീഡിയോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. കുറേ ഓർഡർ ചെയ്തു. എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം ഇതൊക്കെയാണ് എൻ്റെ പാമ്പറിങ്. ഇഷ്ടമുള്ളതെല്ലാം കഴിക്കണം, ഡയറ്റ് നോക്കാതെ. ആൻഡ് ഓയിൽ മസാജ്, ഹെഡ് മസാജും ബോഡി മസാജും. കോക്കനട്ട് ഓയിലാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണേ. ആൻഡ് ആഴ്ചയിൽ ഒരു ദിവസം മസാജൊക്കെ ചെയ്തിരുന്ന മുമ്പ്, കിച്ചൺ ടൈൽസ് തുടങ്ങുന്നേക്കാളും മുമ്പ് ഓയിൽ മസാജ്. ഇപ്പം എല്ലാം പുറത്തു പോയി ചെയ്യണേ, ബട്ട് ഇന്നെല്ലാം വീട്ടിൽ ചെയ്യണം. എൻ്റെ പഴയ റൂട്ടീൻ, അധികം പണിയൊന്നും ഇല്ലാണ്ടിരുന്നപ്പോൾ ഉള്ള ഈ റൂട്ടീൻ. ആൻഡ് അത് ഒരു ദിവസം നമ്മളങ്ങനെ മാറ്റി വെക്കുമ്പോൾ സെക്കൻഡ് ഡേ കംപ്ലീറ്റ്ലി നമ്മൾ വേറെ ആളാണ്. നെക്സ്റ്റ് ഡേ കോക്കനട്ട് ഓയിൽ ചെറുതായിട്ട് ചൂടാക്കി ഞാനൊരു ഹാഫ് ആൻ അവർ ഇങ്ങനെ ലീവ് ചെയ്യും ഹെയറിൽ. അതാണ് എപ്പോഴും ചെയ്യുന്നത്. ആൻഡ് താളിയാണ് ഞാൻ യൂസ് ചെയ്യാറ്, ബട്ട് ഇന്നിപ്പോൾ താളി കിട്ടിയിട്ടില്ല, ചെമ്പരത്തി താളി. അതുകൊണ്ട് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഹാഫ് ആൻ അവർ കഴിയട്ടെ. ഇനി ഫേസ് മസാജ്, അത് ഞാൻ എപ്പോഴും ചെയ്യണ കാര്യം കേട്ടോ. അതിപ്പോൾ ബ്രേക്ക് എടുക്കാറില്ല, ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യും. ആൻഡ് എപ്പോഴും ഞാൻ പറയുന്ന പ്രോഡക്റ്റ് ഫോറസ്റ്റ് എസെൻഷ്യൽസിൻ്റെ ഫേസ് മസാജ് ഓയിൽ. ഇത് പ്രൊമോ ഒന്നുമല്ല കേട്ടോ, ഞാൻ യൂസ് ചെയ്യണം എപ്പോഴും. ആൻഡ് ഭയങ്കര എഫക്റ്റീവാണ്. നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റ്, ഫോറസ്റ്റ് എസെൻഷ്യൽസിൻ്റെ സൗന്ദര്യയുടെ ഏജ് ഡിഫൈൻ സിറം. ഇതിട്ടിട്ട് ഒരു 10 മിനിറ്റ് മസാജ് ചെയ്യണം ആൻഡ് 10 മിനിറ്റ് ലീവ് ചെയ്യണം സ്കിന്നിൽ. ഫേസ് മസാജിങ് ഓയിലാണിത്. അത്യാവശ്യം നല്ല കത്തിയാണെങ്കിലും ചിലപ്പോൾ ഇനി കത്തി ആയതുകൊണ്ടായിരിക്കും എനിക്ക് അത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നുന്നത്. എന്തായാലും ഫൈൻ ലൈൻസിനും പെട്ടെന്ന് മുഖം ബ്രൈറ്റനപ്പ് ചെയ്യും. പിന്നെ ഇത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഏറ്റവും ബെസ്റ്റ്. ആഫ്റ്റർ 40, ചെറിയ പിള്ളേർക്കല്ല കേട്ടോ. ഈ ഫൈൻ ലൈൻസൊക്കെ പോകണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇത് ഓരോ ഡ്രോപ്പ് ഫേസിലെല്ലായിടത്തും അപ്ലൈ ചെയ്യുക. ആൻഡ് നെക്കിലും അത്യാവശ്യം കത്തി ചെയ്തുകൊണ്ട് ഓരോ ഡ്രോപ്പ് തന്നെ എടുക്കണുള്ളൂ കേട്ടോ. അപ്വേർഡായിട്ട് മസാജ് ചെയ്യുക. ഇപ്പോൾ പിറ്റേ ദിവസം ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ തലേ ദിവസം ഇപ്പോൾ ഫേഷ്യലിലൊന്നും പോകാൻ സമയമില്ലെങ്കിൽ ഈ ഒരു ഓയിലിട്ട് ഒന്ന് മസാജ് ചെയ്താൽ പെട്ടെന്ന് ഫേഷ്യലിൻ്റെ എഫക്റ്റ് കിട്ടും. അതാണ് ഞാൻ ഇത്രയും കത്തിയാണെങ്കിലും മേടിക്കാനുള്ള മെയിൻ കാരണം. എപ്പോഴും എനിക്ക് പാർലറിൽ പോകാനുള്ള ടൈം കിട്ടില്ല, അതുകൊണ്ട്. ആൻഡ് ശരിക്കും ഇത് നമ്മുടെ ഫോറസ്റ്റ് എസെൻഷ്യലിൻ്റെ ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് അവർ പറഞ്ഞുതരും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞത് ഒരു ദിവസം രാത്രി തേച്ചിട്ട് ഓവർനൈറ്റ് ലീവ് ചെയ്യണം. ബട്ട് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ വലിയ എനിക്ക് മൊത്തത്തിലൊന്ന് ഇരുണ്ട് പോയ പോലെ തോന്നി. ബട്ട് ഇതുപോലെ മസാജ് ചെയ്ത് 10 മിനിറ്റ്സ് അത് കഴിഞ്ഞ് ലീവ് ചെയ്ത് പിന്നെ വാഷ് ചെയ്ത് കളയാം. അതാണ് എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത്. ഇത് ഞാൻ ജിജോനെയും ചെയ്ത് കൊടുക്കാറുണ്ട്. ഇടയ്ക്ക് എൻ്റെ മമ്മി കൊടയറയിൽ വരുമ്പോൾ മമ്മീനെയും ചെയ്ത് കൊടുക്കാറുണ്ട്. മമ്മിക്കൊക്കെ പെട്ടെന്നാണ് മാറ്റം വരുന്നത്. ഞാൻ തന്നെ പറഞ്ഞ് ഇവരുടെ നൈറ്റ് ക്രീമും അങ്ങനെ കുറേ പ്രോഡക്റ്റ്സ് ഞാൻ തന്നെ പറഞ്ഞ് മേടിപ്പിച്ചിട്ടുണ്ട്. സ്ക്രബ്ബ്, ബോഡി സ്ക്രബൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഞാൻ മേടിപ്പിച്ചിട്ടുണ്ട്. ബിക്കോസ് അതെനിക്ക് അത്രയും പ്രൊമോഷൻ അല്ല കേട്ടോ ഇത്.
അത്രയും എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിരിക്കുന്ന പ്രോഡക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൊതുവേ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളോട് പ്രത്യേകിച്ച് നല്ലതായിരിക്കും ആ പ്രോഡക്റ്റിലുള്ളതെന്നുള്ള തോന്നലുണ്ടല്ലോ, ചിലപ്പോൾ ഇനി അതുകൊണ്ടായിരിക്കും. ഇനി ബോഡിയിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ്. ഇത് എൻ്റെ ബോഡി ടൈപ്പാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഭയങ്കര ഡ്രൈയാണ്. അപ്പോൾ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഇട്ടിട്ട് അതും ഇതുപോലെ മസാജ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ്, 10 അല്ല, ഹാഫ് ആൻ അവർ ലീവ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ടയർഡ്നെസ് തോന്നില്ലേ ഫുൾ ബോഡി ഒക്കെ. അപ്പോൾ ഇത് നമ്മൾ ബോഡിയിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് സ്ക്രബ് ചെയ്ത് കളയാം. സ്ക്രബും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ബട്ട് ഇത് ആദ്യം തന്നെ അപ്ലൈ ചെയ്യട്ടെ എല്ലായിടത്തും. സ്കാലിലൊക്കെ ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ബിക്കോസ് കുറേ ഏരിയ നമ്മുടെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയയിൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഇട്ടാൽ, കോക്കനട്ട് ഓയിൽ എനിക്ക് എന്തോ കാരണം കൊണ്ട് ബോഡിയിൽ എനിക്ക് കൂടുതൽ ഡ്രൈ ആയ പോലെ തോന്നും. ബട്ട് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഓൺലി തിങ് നമ്മളിപ്പോൾ പുറത്ത് പ്ലാൻ ചെയ്യുന്ന ദിവസം, വെയിലത്ത് പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പുറത്ത് പോകുന്ന ദിവസമല്ല ഇങ്ങനത്തെ ഒരു ഇതൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്. ശരിക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള വീട്ടിലിരിക്കുന്ന ദിവസം ഇതുപോലെ മസാജ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്ത് കളയാം. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ കത്തിയാന്നൊക്കെ പറഞ്ഞാലും പക്ഷേ ബോഡി നമ്മളിപ്പോൾ പാർലറിൽ പോയിട്ട് ഒരു ഫുൾ ബോഡി മസാജൊക്കെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ 3 ടൈംസ് ആവും. അതിലും എന്തുകൊണ്ടും ഭേദം ഇങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ ചെയ്താൽ പാർലറൊക്കെ കുറച്ച് ഒരു once in a month ഒക്കെ ആയിട്ട് കുറയ്ക്കാൻ പറ്റും. ബട്ട് ചെറിയ പിള്ളേർക്ക് ചിലപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിൽ നിന്നുള്ള എണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ വറ്റിച്ചിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്, അതായിരിക്കും കൂടുതൽ നല്ലത്. ഈ ഒലിവ് ഓയിൽ ചിലപ്പോൾ അവർക്ക് വേണ്ട വരില്ല ചെറിയ പിള്ളേർക്ക്. ഇനി ഇതേ ഈ ഒരു സ്ക്രബും ഉണ്ട്. ഏതെങ്കിലും സ്ക്രബ് യൂസ് ചെയ്താൽ മതി. ഈവൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ അരിപ്പൊടിയും തൈരൊക്കെ ഉണ്ടല്ലോ, അതായാലും മതി. ബട്ട് ഞാൻ യൂസ് ചെയ്യണ ഈ ഫോറസ്റ്റ് എസെൻഷ്യൽസിൻ്റെ ടേമറിക് സ്ക്രബാണ്. ടേമറിക് ആൻഡ് സാൻഡൽവുഡ്. അത് കാരണം നല്ല മണമാണ്. അത് ഇത് കണ്ടോ, ഓയിലും കൂടി ആയിട്ട് മിക്സ് ചെയ്ത പോലത്തെ നല്ല മണമാണ്. ബോഡിയിലുണ്ടാവും ഒരു 20 മിനിറ്റ്സ് ഒക്കെ. നമ്മൾ കുളിച്ച് കഴിഞ്ഞ് ഈ സ്ക്രബ് ചെയ്ത് കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഉണ്ടാവും ഈ മണം. ആൻഡ് ജിജോനും ഇത് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഇതിൻ്റെ ഈ ടേമറിക് ആൻഡ് സാൻഡൽവുഡിൻ്റെ മണം. കുറച്ച് വെള്ളം ഡാബ് ചെയ്തിട്ട് നമ്മുടെ സ്ക്രബ് ഇടാം. എനിക്ക് പൊതുവേ ഇങ്ങനെ ഇതുപോലെ നല്ല മണമുള്ള സ്ക്രബ്സ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതെപ്പോഴും പുറത്തുനിന്ന് മേടിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടിയും തൈരും മഞ്ഞപ്പൊടിയും, അതാണ് അടുത്ത ഓപ്ഷൻ. ബട്ട് എനിക്കിതാണ് ഇഷ്ടം. കോഫിയുടെ സ്മെല്ലൊക്കെ ഉള്ളതുണ്ട്. വേറെ ഏതോ ഒരു ബ്രാൻഡിൻ്റെ, അതും ഭയങ്കര നല്ല. ബട്ട് അത് ഇത്രയും എക്സ്പെൻസീവ് അല്ല. ഒരിടയ്ക്ക് ഏത് പാർട്ടി ഓർഡേഴ്സ് എടുത്തിരുന്ന സമയത്തുണ്ടല്ലോ, അത് ഏത് പാർട്ടി ഓർഡർ കഴിഞ്ഞാലും ഇതായിരുന്നു ഏറ്റവും നല്ല ഓപ്ഷൻ. ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കുളിക്കുക. അപ്പോൾ ഒരു പുതിയൊരു എനർജി കിട്ടും നമുക്ക്. ഞാൻ അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഗെറ്റ് ടുഗെദറിന് പോകുമ്പോഴും ഇത് ഏറ്റവും എഫക്റ്റീവ് അണ്ടർ ആംസിലാട്ടോ. അണ്ടർ ആംസിലും നമ്മുടെ നെക്കിലും. പെട്ടെന്ന് ആ ബ്ലാക്ക് കളറൊക്കെ ഉണ്ടല്ലോ, ബ്ലാക്ക് ഷെയ്ഡൊക്കെ പോവും. ഇനി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് കാണാം. വീഡിയോ എടുത്തെടുത്ത് ഓയിലൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് കാണാം. സ്ക്രബൊക്കെ കഴിഞ്ഞിട്ട് ഫുൾ കുളി കഴിഞ്ഞിട്ട് കാണാം. സെൽഫ് കെയർ വീട്ടിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ബിക്കോസ് അത് അത്രയും നല്ല, അത്രയും എന്ന് പറഞ്ഞാൽ നമ്മൾ സമയം കണ്ടെത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി മോയ്സ്ചറൈസ് ചെയ്യട്ടെ സ്കിൻ. ഈ ടോണർ ഞാൻ ഇന്നിപ്പോൾ യൂസ് ചെയ്യണ എല്ലാം ഫോറസ്റ്റ് എസെൻഷ്യൽസിൻ്റെ തന്നെയാണ്. ട്രൈ ആവട്ടെ. പിന്നെ അവരുടെ തന്നെ മോർണിംഗ് സിറം, നൈറ്റ് സിറം ഉണ്ട്. നൈറ്റ് സിറം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ മോർണിംഗ് സിറം. സിറം ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ക്ലിനിക്കിൻ്റെ തന്നെ മോയ്സ്ചറൈസർ. ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ. ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. ജോർജി, അമ്മയുടെ മുഖം കുറച്ച് ബ്രൈറ്റ് ആയിട്ടില്ലേ? നോക്കി, ഇവിടെ നോക്ക്. ഇട്ടേ ഓയില്. ജോർജിയുടെ ഏജിൽ ഇടാൻ പറ്റില്ല കേട്ടോ. എന്നാൽ ഒലിവ് ഓയിൽ ഇട്ടുതരാം ജോർജിയുടെ മേത്ത്. ബെസ്റ്റ്. ജോർജിക്കൊക്കെ ഒലിവ് ഓയിൽ അല്ല, ഏത് ഓയിലും അലർജിയാണ്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം. തുടക്കം നമ്മുടെ ABC ജ്യൂസി എന്ന് പറഞ്ഞ കേട്ടോ. ഞാനിതിപ്പോൾ ഒരു 1 വീക്കായി കുടിക്കാൻ തുടങ്ങിയിട്ട്. ഒരിടയ്ക്ക് നേരത്തെ കുടിക്കായിരുന്നു. ഇപ്പോൾ പിന്നെ മതിയായപ്പോൾ നിർത്തി. പിന്നെ മതിയായപ്പോൾ പൊമോഗ്രാനേറ്റ് ജ്യൂസൊക്കെ ആക്കി. ഇപ്പോൾ വീണ്ടും ABC ജ്യൂസിലോട്ട് വന്നിട്ടുണ്ട്. സഡൻ റിസൾട്ടൊന്നുമല്ല, കുറച്ച് സമയം എടുക്കും. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയേക്കണേ ജ്യൂസ് കുടിക്കുമ്പോൾ കുറേ കൂടെ സ്കിൻ പ്ലംപ്പായ പോലെ തോന്നും. പിന്നെ മെയിനായിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഫക്റ്റ് കിട്ടും എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് എഫക്റ്റ് കിട്ടുന്ന പോലെയാണ് എനിക്ക് എപ്പോഴും തോന്നിയേക്കണം. അത് എഫക്റ്റീവ് ആയിരിക്കുന്ന എനിക്ക് എപ്പോഴും തോന്നിയേക്കണം. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്നൊന്നും എഫക്റ്റ് കിട്ടില്ലെന്ന് ഓർത്ത് ചെയ്യാണ്ടിരിക്കുക. അതിലും അത് ചെയ്യാതെ ഇരിക്കുന്നതാണ്. എപ്പോഴും അതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും തന്നെ ചിന്തിക്കുക. ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. കുറച്ച് നാളായിട്ട് ഇത് ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജോജുയുടെ ഏതോ ഒരു റീലിൽ ആള് ബീഫ് സ്റ്റൂന് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് ഞാനും അതുപോലെ തന്നെ കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടുണ്ടാക്കിയിട്ടുണ്ട്. ബണ്ണും കുറേ ചാറ് വേണം. ബ്രോക്കലി, സ്റ്റീം ബ്രോക്കലി, ഇനി മഷ്റൂമും കൂടി വേണം. കുറേ എല്ലുള്ള ബീഫാണ്. ബൺ ഞാൻ പകുതി കഴിക്കുള്ളൂ കേട്ടോ എപ്പോഴും. അതാണ് ഈ സ്റ്റീം വെജിറ്റബിൾസൊക്കെ കൂടുതൽ എടുത്തേക്കണേ. ഓരോ മീലും അങ്ങനെയാണ് ആക്ച്വലി. നവ്യയിലെ ബൺ വിത്ത് ബീഫ് ടു
ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് മഷ്റൂം. ഇങ്ങനെ ഈ വെജിറ്റബിൾസും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മൾ അത്രയും കാർബ്സ് കഴിക്കില്ല, ബട്ട് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കും ചെയ്യും. ഇതെന്ന് വെച്ചാൽ കുറച്ച് ഇവിടെ എപ്പോഴും മട്ടൻ സ്റ്റൂ വെക്കുന്നത്, ബീഫ് സ്റ്റൂ അങ്ങനെ വെക്കാറില്ല. മട്ടൻ സ്റ്റൂ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂ. ബട്ട് ഇതിപ്പോൾ ആ വീഡിയോയിൽ കണ്ടിട്ടാണ്. മണ്ണൂർ വേണോ ഒരു പിടി? ഭയങ്കര ടേസ്റ്റ് വേണോ? ആൻഡ് ഗ്രീൻ പീസ് എനിക്ക് ഈ സ്റ്റൂല് ഭയങ്കര ഇഷ്ടമാണ് ആഡ് ചെയ്യാൻ. ഇനി മെയിനായിട്ട് ഇത് പാമ്പറിങ് വീഡിയോയിൽ വരുമെന്നറിയില്ല, ബട്ട് എനിക്ക് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്താലാണ് എനിക്ക് സന്തോഷമുള്ള കാര്യമായതുകൊണ്ട് നമുക്കുള്ള ടാലൻസ് ചെറുതാണെങ്കിലും അതിൽ കുറച്ച് എഫേർട്ട് എടുത്ത് അത് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാനിത് പറയണത് ഈ ഒരു വീഡിയോയിൽ പറ്റിയതാണെന്ന് അറിയില്ല കേട്ടോ. ബിക്കോസ് ഞാൻ എൻ്റെ ഡ്രസ്സുകളെല്ലാം കുറേയൊക്കെ സ്റ്റിച്ച് ചെയ്യിക്കും. റെഡിമെയ്ഡ് ഡ്രസ്സസിൻ്റെ സെയിം പാറ്റേൺ നോക്കിയിട്ട് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യിക്കും. അപ്പം ഇപ്പോൾ 2-3 ഇപ്പോൾ വീഡിയോസിന് വേണ്ടിയും കുറച്ച് പരിപാടിക്ക് വേണ്ടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് 2-3 ഡ്രസ്സുകൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് ഹരിയാനയിൽ നിന്ന് മെറ്റീരിയൽ എടുത്തിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തു. അതിനിപ്പോൾ ഓൾട്രേഷന് ചേച്ചിയുടെ അടുത്ത് പോകണം. അതിനേക്കാൾ മുമ്പ് ഞാൻ ഈ വീഡിയോ ഇതൊന്ന് കാണിച്ചു തരാം. ഞാൻ റെഡിയാക്കിയ ഡ്രസ്സൊന്ന് കാണിച്ചു തരാം. ബിക്കോസ് ജിജോ എപ്പോഴും പറയണേ എന്തിനാ എപ്പോൾ നോക്കിയാലും സാരി എടുക്കണേന്ന്. അതുകൊണ്ട് വെയിറ്റ് കാണാനില്ല, ഓഫ് ചെയ്തോ. ഇതാണ് ഒരു പാറ്റേൺ കഫ്താൻ സ്റ്റൈലിൽ ഓഫ് ഷോൾഡർ ഡ്രസ്സ് പോലെ സ്റ്റിച്ച് ചെയ്തത്. ഇതിപ്പോൾ ഈ പാറ്റേൺ നോക്കിയിട്ട് പ്രിൻറ്റഡിൽ വേണമായിരുന്നു എനിക്ക്, അങ്ങനെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്താൽ. ഇത് കണ്ടോ. ആൻഡ് ഡെനിംസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം. മെയിനായിട്ട് നമ്മുടെ ഉള്ള ടാലൻറ്റ് യൂസ് ചെയ്യുമ്പോഴേ അത് ഡെവലപ്പ് ചെയ്യും, പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനും ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ചെറിയ ഏത് ടാലൻ്റ് ആണെങ്കിലും അത് യൂസ് ചെയ്യാം. അപ്പോൾ ആ സെയിം പാറ്റേണിൽ 2 പ്രിൻസിൽ സ്റ്റിച്ച് ചെയ്തു. ഇത് പേർപ്പിൾ പാൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാനും മറ്റേത് ഡെനിമിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഒരു പാറ്റേൺ സെറ്റായ പിന്നെ അതിൻ്റെ കുറേ ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്യും. ഈവൻ പ്ലെയിനും നല്ലതാണ്. പിന്നെ ഒരു പാറ്റേൺ സ്റ്റിച്ച് ചെയ്ത് ഞാൻ സാറയിൽ നിന്ന് എവിടെയോ ട്രിപ്പ് പോയപ്പോൾ മേടിച്ചൊരു പാറ്റേണാണ്. ഇത് ഇത്തിരി പാടാണ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ, ബട്ട് എൻ്റെ ചേച്ചി നീഡിൽ മാജിക്കിൽ സ്റ്റിച്ച് ചെയ്യും. റെഡിമെയ്ഡിൻ്റെ ഏത് പാറ്റേണും അവർ സ്റ്റിച്ച് ചെയ്യും. ഇത് കണ്ടോ, ഇവിടെ ഒരു കട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ ഞാൻ മെറ്റീരിയൽ ഗ്ലാഡയിൽ നിന്ന് തന്നെ എടുത്തു. ഇതുപോലെ പോൾക്ക ഡോട്ട്സിൻ്റെ തുണി എടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. കളർ നല്ലതായതുകൊണ്ട്. ബട്ട് ഇത് മൊത്തത്തിൽ ലൂസായിപ്പോയി. അതുകൊണ്ട് ഇനി ചേച്ചിയുടെ അടുത്ത് പോകണം കുറച്ച് വെയിലാറിയിട്ട്. ബട്ട് ഇതിപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് മേടിക്കാനാണെങ്കിൽ ഏകദേശമൊക്കെ വിലയിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല, ബട്ട് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. ഇതിപ്പം ചെറിയൊരു ടാലൻറ്റ്, തുണി സെലക്ട് ചെയ്യുക ആൻഡ് ആ പാറ്റേൺ അനുസരിച്ചുള്ള മെറ്റീരിയൽ എടുക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും ആ ഒരു ടാലൻറ്റ്. ബ്ലൗസസും സാരി ബ്ലൗസസും ഇപ്പോൾ എനിക്ക് എല്ലാം തന്നെ പ്രിൻസ് ഹരിച്ചാൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ ഇഷ്ടം. ചിലപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് കുറേ പേർക്ക് ചേച്ചി പറയുന്നുണ്ടായിരുന്നു, കുറേ പേര് ഫോട്ടോ കാണിച്ചിട്ട് ഇപ്പോൾ ഒരു പാറ്റേൺ കണ്ടിട്ട് ആ ഫോട്ടോ കാണിച്ചിട്ട് ചെയ്യുന്നത്. ബട്ട് ഫോട്ടോ കണ്ട് അങ്ങനെ എക്സാക്ട് പാറ്റേൺ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല റെഡിമെയ്ഡ്സിൻ്റെ. എപ്പോഴും നല്ലത് ഇതുപോലത്തെ ഒരു പാറ്റേൺ നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെ പാറ്റേൺ കൊണ്ടേ കൊടുക്കുക, എന്നിട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ കറക്റ്റായിരിക്കും, കട്ടുകളെല്ലാം കറക്റ്റായിരിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ പറയാട്ടെ ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ചിങ് ആ സ്ഥലത്ത് പോയിട്ട് പറയുന്നത്. ഇത് കണ്ടേ, ഇത് നിക്കോബാറിൽ നിന്ന് ഞാൻ മേടിച്ച പാറ്റേണാണ്. ഇതൊക്കെ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഫാഷൻ ഡിസൈനിങ് പ്രോപ്പറായിട്ട് പഠിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ വരച്ചൊക്കെ കാണിക്കാൻ പറ്റുമായിരിക്കും, ബട്ട് ഞാനിതെങ്ങനെ ചെയ്യണേ. ആൻഡ് ഈ സെയിം പാറ്റേൺ ചേച്ചിയുടെ അടുത്ത് തയ്ക്കാൻ പറയും. ആൻഡ് മെറ്റീരിയലും ഈ സെയിം മെറ്റീരിയൽ തന്നെ എടുക്കും, കോട്ടൺ. ഇത് സോഫ്റ്റ് കോട്ടൺ അല്ല, എന്തോ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള കോട്ടനാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഗ്ലാഡയിലുണ്ട്, ഹരിച്ചാറ്റിൻ്റെ കടയിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മെറ്റീരിയൽ എടുക്കും. ഇപ്പോൾ പ്ലെയിൻ വൈറ്റൊക്കെ തയ്ച്ചാൽ നിങ്ങൾക്ക് ഡെനിംസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പം നമ്മൾ റെഡിമെയ്ഡ്സ് വാങ്ങിക്കൽ ഈസിയാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ കണ്ടിട്ട് ആ സെയിം തന്നെ മേടിക്കലൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുണ്ടാക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് തന്നെയാണ് റെസിപ്പീസിലും നടക്കുന്നത്. സെയിം തന്നെ കോപ്പി അടിച്ച് ചെയ്യാനായിട്ട് എന്തോ ഒരു മൈൻഡ് ബ്ലോക്കാണ് എനിക്ക്. അപ്പോൾ എൻ്റെ തന്നെ രീതിയിൽ ചില ചേഞ്ചസ് വരുത്തും. ആൻഡ് അതെപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരുന്നു. ഈ ലഞ്ചിന് ബിരിയാണി, കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കണ ചിക്കൻ ബിരിയാണി, അതാണ് ഇന്ന് ഷായിദ സ്പെഷ്യൽ. പൈനാപ്പിൾ എസൻസ് ഇട്ട് ചിക്കൻ ബിരിയാണി. കുറേ നാളായിട്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നില്ല. പൈനാപ്പിൾ എസൻസ് ഇട്ട ചിക്കൻ ബിരിയാണി വിത്ത് ബിരിയാണി എസൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോഴൊരു നല്ലൊരു മണം വരും. കുറച്ചും കൂടി ഡ്രൈ ആവാനുണ്ട് തോന്നുന്നത്. അത് ഇരുന്ന് ശരിയാവും, ദമ്മാവാനുണ്ടാ? ഇല്ല, ഇരുന്ന് ശരിയാവും. മതി, ഇത്രയും മതി. താങ്ക് യു കേട്ടോ.
ബിരിയാണി എസൻസ് ഇട്ടായിരുന്നേ വേറൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല പൈനാപ്പിൾ ഇട്ടില്ലേ? ഫ്രഷ് പൈനാപ്പിൾ ആണ് ഇട്ടേ. ഫ്രഷ് പൈനാപ്പിൾ ഇട്ട എങ്ങനെയുണ്ട്? നല്ല. ഇന്നിപ്പോൾ ഒരു സൺഡേ ഫീൽ ഉണ്ട് കേട്ടോ. മസാജും ബിരിയാണിയും. ഇത്തിരി കൂടി എസൻസ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ചും കൂടി ആ എസൻസിൻ്റെ ചുവയില്ലേ? ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ബിരിയാണി എസൻസും പൈനാപ്പിൾ എസൻസും ഫ്രഷ് പൈനാപ്പിളും ഇട്ട് ബിരിയാണി ഉണ്ടാക്കണേ. ഇത് ശരിക്കും കല്യാണ വീടുകളിലൊക്കെ ഉള്ള ബിരിയാണി ഇല്ലേ, ചിക്കൻ ബിരിയാണി, ആ ഒരു ടൈപ്പ് ടേസ്റ്റാണ്. റൈസ് ജീര റൈസ് തന്നെ എടുത്തേക്കണേ. ചില കല്യാണങ്ങൾക്കൊക്കെ ലോങ് റൈസാണ് യൂസ് ചെയ്യണത്, പക്ഷെ ഞാൻ ഇതിന് ജീര റൈസ് തന്നെ എടുത്തേക്കണം. ഇന്ന് ഓയിലിട്ടിട്ട് ബിരിയാണി കഴിച്ചിട്ട് വീണ്ടും ഉറങ്ങിപ്പോയി. ബോഡിയിൽ ഒലിവ് ഓയിൽ ഇട്ടിട്ടേ ആക്ച്വലി ഭയങ്കര റിലീസിങ് ആണ്. ബോധം കേട്ട പോലെ നമ്മൾ ഉറങ്ങിപ്പോകും. ആർക്കെങ്കിലും ഒക്കെ നന്നായിട്ട് ഉറങ്ങണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഒലിവ് ഓയിൽ തലയിലല്ല കേട്ടോ, മേത്ത്. ഇനി ഞാൻ വൈകുന്നേരം ഈ ഒരു സിനിമാറ്റിക് ഡാൻസിന് ജോയിൻ ചെയ്യുന്നുണ്ട് മണ്ണയുടെ കൂടെ. മണ്ണ നേരത്തെ പോയി, ഞാൻ ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുക. കാണിച്ചു തരാത്ത സ്ഥലം പനമ്പള്ളി നഗറിൽ. റിലീസിങ് അല്ല, റിലാക്സിങ് ഒരു വഴിയായിട്ടുണ്ട്. കണ്ണൊന്നും കുറയുന്നില്ല. ഓയിൽ ഫുൾ ഇട്ടിട്ട് ഇപ്പോൾ 1 month ആയിട്ടുള്ളൂ ഞാൻ ഇതിന് ജോയിൻ ചെയ്തിട്ട്. മണ്ണാകത്ത് തകർത്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ കൂടി ഉള്ളൂ എനിക്ക്. ലൊക്കേഷൻ ഞാൻ കറക്റ്റായിട്ട് പറയാം കേട്ടോ ഈ വീഡിയോ കഴിഞ്ഞിട്ട്. 3rd floor അത് തന്നെ ഒരു എക്സസൈസ് എന്തായാലും. ഇതാണ് ഞങ്ങളുടെ ഡാൻസ് സ്റ്റുഡിയോ, ADS ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് സ്റ്റുഡിയോ, പനമ്പള്ളി നഗർ. നമ്പർ ഇതേ അവിടെ ഉണ്ട്, 9895010095. അവർക്ക് കണ്ണ് കാണാം. ആണല്ലേ?